ഹലോ വ്യൂവേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മെതുവട എന്ന് പറഞ്ഞാൽ ഉഴുന്നുവടയാണ്. ഉഴുന്നുവടയും അതുകൂടെ അതിൻ്റെ കൂടെ തന്നെ തൈര് വട, നമ്മൾ ദഹി വട എന്ന് ഇടയ്ക്കെങ്കിലും പറയും, ദഹി വട. ഇന്ന് അതാണ് ഉണ്ടാക്കാൻ പരിപാടി. അപ്പോൾ ഈ വട ഉണ്ടാക്കുന്നതിന് വട ഉരുട്ടിയിട്ട് എണ്ണയ്ക്കകത്തിരുന്നതിന് എനിക്ക് പ്രാക്ടീസ് ഒരല്പം പോരാ. ഞാൻ ശ്രമിച്ചിട്ട് അത്ര ആവുന്നില്ല. അതുകൊണ്ട് എൻ്റെ വൈഫിനെ കൂട്ടി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു എക്സ്പെർട്ടാണ്. എൻ്റെ വൈഫാണിത്. ഒന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞേക്കും. മേരി ജോർജ്. എന്തൊക്കെ കുക്കിംഗ് എന്തൊക്കെ ചെയ്യും ചൈനീസ് കൂടാതെ നോർത്ത് ഇന്ത്യൻ ചെയ്യാറുണ്ട്? ചൈനീസ് നോർത്ത് ഇന്ത്യനും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചില കാര്യത്തിലൊക്കെ എന്നെക്കാളും എക്സ്പെർട്ടാണ്, മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്നെക്കാളും എക്സ്പെർട്ടായിട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരിക്കൽ ഞങ്ങൾ ഒന്ന് തിന്നി ഒരിക്കൽ ചെറുപയർ പരിപ്പ് പായസം വെക്കണമെങ്കിൽ അതിലും പുള്ളിക്കാരി നല്ല എക്സ്പെർട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മൾ തുടങ്ങാം. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ഐറ്റങ്ങളാണ് ഇത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഉഴുന്ന് പരിപ്പാണ്. ഇതൊരു 4 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചതാണ്. ഇത് 1 കപ്പ് ഉഴുന്നാണ് ഉള്ളത്, ഉഴുന്ന് കുതിർത്താണ്. പിന്നെ ഇതിന് ചേർക്കാനുള്ളത് വളരെ കുനുകുന അരിഞ്ഞ ഫൈൻലി ചോപ്പ് സവാള വേണം, ഒനിയൻ, പിന്നെ ഇച്ചിരി പച്ചമുളക് വേണം. ഇതൊന്നും വലിയ കണക്കൊന്നും നോക്കണ്ട. അതുപോലെ കുറച്ച് നമ്മൾ ഇഞ്ചിയുണ്ട്, അതുപോലെ കറിവേപ്പില കുനുകുനാന്ന് അരിഞ്ഞതുണ്ട്, കുരുമുളക് അതേപടി വെച്ചിരിക്കുന്നത്, പൊടിച്ചിട്ടൊന്നുമില്ല, അതേപടി വെച്ചിരിക്കുന്നത്, പിന്നെ കുറച്ച് റവയുണ്ട്. ഇത്ര ഐറ്റങ്ങളാണ് ഇതിന് വേണ്ടത്. നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് കോരിയെടുത്ത വെള്ളം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ, ബാക്കിയൊന്നും നമ്മൾ വെള്ളം ചേർക്കില്ല. ഇതിൽ ഒരു ചെറിയ ടെക്നിക്കുണ്ട്. നമ്മൾ ഈ വട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ഐസ് കൂടെ ഇതിൻ്റെ അകത്ത്, ഐസ് കട്ട് കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഐസ് ചേർത്തു. അപ്പോൾ നമ്മൾ ഉഴുന്ന് നമ്മൾ ഐസ് ചേർത്ത് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല ടൈറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ആദ്യമായിട്ട് അല്പം ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്ക് സവാള കൊത്തി അരിഞ്ഞ് ചേർക്കാനുണ്ട്. ഇതൊരു 4-1 സവാളയാണ് ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. 4-1 ഉള്ളൂ, അധികമൊന്നും സവാള വേണ്ട. ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/2 ഇഞ്ച് കഷ്ണം. പിന്നെ ഇതിൽ നമ്മൾ കുരുമുളക് അതേപടി ചതയ്ക്കൊന്നും വേണ്ട, ഇത്രയും കുരുമുളക് മതി. പിന്നെ ഇതിൽ ചേർക്കാനുള്ളത് നമ്മുടെ കറിവേപ്പിലയാണ്, ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയാണ്. റവ ചേർക്കും നമ്മൾ. അപ്പോൾ നമ്മൾ വടക്കുള്ള മാവ് ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തുടങ്ങുന്ന സമയം തന്നെ എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് സൂര്യകാന്തി എണ്ണയാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ചൂടാകട്ടെ. നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ഉള്ള നടപടി, അതാണ് എനിക്ക് പറ്റാത്തൊരു കാര്യം. അപ്പോൾ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, ഇതാ തുടങ്ങിക്കോളൂ. കൈ ആദ്യം നനക്കുക, നന്നായിട്ട് നനയ്ക്കണം, നന്നായി നനക്കുക. എന്നിട്ട് ഓരോ ഉണ്ട എടുത്തിട്ട് തള്ളവരൽ മുക്കുക, നടുക്ക്. നല്ല ഷേപ്പായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഈ നടപടിയൊന്നും എനിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈഫിനെ വിളിച്ചു വരുത്തിയത്.
നമ്മുടെ വട ഏകദേശം ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് കമ്പി കൊണ്ടാണ് കോരിയെടുക്കുന്നത്. കമ്പി പിടിച്ചോളൂ. അപ്പോൾ കോരിയെടുത്തോളൂ. കണ്ടോ വടയുടെ ഗുണം. ഇപ്പോൾ പ്രൊഫഷണൽ ഹാൻഡ് കയ്യെത്തിപ്പോൾ നല്ല ഷേപ്പുള്ള വടയായി. നമ്മുടെ വട രണ്ടാമത്തെ ട്രിപ്പ് റെഡിയാവുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇതിന് വേണ്ട ചട്നി എന്ന് പറഞ്ഞാൽ ദഹിവട. നമ്മൾ തൈര് വടയ്ക്ക് ഒരു ചട്നി എന്ന് പറഞ്ഞ പോലെ ആക്കും, തേങ്ങ ചേർത്തിട്ട്. വടക്കേ ഇന്ത്യക്കാരാണെങ്കിൽ ദഹിവടയ്ക്ക് തേങ്ങ ചേർക്കില്ല, പക്ഷെ നമ്മൾ തേങ്ങ ചേർക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വരിക. ഇപ്പോൾ ഇത് ഞാനൊന്ന് മുമ്പിൽ കുറച്ച് ചട്നി അരച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ചേർക്കാം? നമ്മൾ ഷാലറ്റ്, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളകുണ്ട്, അതുപോലെ ജിഞ്ചറുണ്ട്, ഇഞ്ചിയുണ്ട്, ഇഞ്ചി കഷ്ണങ്ങൾ. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് തേങ്ങയും ഇട്ടിട്ട് നമ്മളിതാക്കും. ഇങ്ങനെ കിട്ടുന്ന മിക്സറിലാണ് നമ്മൾ പിന്നെ തൈര് ചേർക്കുന്നത്. തേങ്ങ ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ് തൈര് വടയ്ക്ക്. വടക്കേ ഇന്ത്യക്കാരുണ്ടാക്കുന്ന ദഹിവട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാറിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അല്പം ഉപ്പും ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം വേണം. നമ്മൾ വട ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ വടക്കുള്ള ചട്നി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത നടപടി ക്രമം തൈര് വട ഉണ്ടാക്കുക, ദഹിവട ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ബട്ടർ മിൽക്ക്, ഈ മോരുണ്ടാക്കണം. മോരെന്ന് പറഞ്ഞാൽ കുറച്ച് തൈരിൽ വെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയതിന് ശേഷം അല്പം ഉപ്പ് ഇട്ടിട്ട് വെക്കുക. ഇതിൽ നമുക്ക് നമ്മുടെ അല്പം തണുത്ത വട എടുക്കാം. ഈ വട ഇട്ട് വെക്കണം. ഇതൊന്ന് കുതിർന്ന് കഴിഞ്ഞാലേ ഈ വടയ്ക്ക് സോഫ്റ്റ്നെസ് വരുള്ളൂ, മയം വരുള്ളൂ. അടുത്ത നടപടി തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ഈ തൈര് വട ഇട്ട് വെച്ചിട്ടില്ല, ബട്ടർ മിൽക്ക് ഇട്ട് വെച്ചിരിക്കുന്നു, മറിച്ചിടുക ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. അങ്ങനെ ഒന്ന് മറിച്ചിട്ട് വെക്കണം. അപ്പോൾ ഇനി ഇവിടെ ചട്നി, ഇതിന് ഞാൻ പറഞ്ഞല്ലോ തേങ്ങ അരയ്ക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യക്കാർ തേങ്ങ അരയ്ക്കുന്നില്ല, നമ്മൾ തേങ്ങ അരയ്ക്കുന്നുണ്ട്. ഇതിവിടെ ചട്നി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് തൈര് ചേർക്കണം. തൈര് ഇത് കട്ടത്തൈരാണ് ആക്കി വെച്ചിരിക്കുന്നത്. തൈര് ചേർക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കാനുണ്ട്. ഇതിൽ ഉപ്പ് ചേർക്കാം. എന്നിട്ട് വിസ്കർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. വിസ്കർ നമ്മൾ സ്റ്റൗവിൽ കടുക് വറക്കണം, ടെമ്പറിങ് നടത്തണം ഇതിന്. അതിനുവേണ്ടി ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം കടുകിടാം. പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. ഈ ചെറിയ ഉള്ളി ഇടുക. ഈ കറിവേപ്പിലയും കൂടി ഇടാം.
നമ്മുടെ ഈ ഉള്ളി ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്കാണ് നമ്മുടെ വട ചേർക്കേണ്ടത്. അത് കുറേ സമയം ഇരുന്ന് കുതിർക്കാം. ഒന്നുകിൽ പുറത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാൻ പറ്റും. എന്ന് വേണം ചെയ്യാം. ഇനി ഒരു നടപടിക്രമം കൂടെ ബാക്കിയുണ്ട്. ഇതിൽ ഈ വട നമ്മൾ ബട്ടർ മിൽക്കിൽ മോരിലിട്ട് വെച്ചല്ലോ. ഇനി ഇത് കൈ കൊണ്ട് ഒന്ന് അമർത്തണം ചെറുതായിട്ട്. എന്നിട്ട് ഇതിൽ വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് വേണം ഇതിലിടാൻ. ഇന്ന് നമ്മൾ പറഞ്ഞിരുന്ന 2 വിഭവം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒന്ന് മെതുവട. ഇതിന് തെക്കേ ഇന്ത്യയിൽ എല്ലായിടത്തും മെതുവട, കർണാടകയിൽ തമിഴ്നാട്ടിൽ മെതുവട എന്നാണ് പറയുക. ഉഴുന്നുവട അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയുന്നത് ഊരദ്വട എന്നും പറയും. അപ്പോൾ ഊരദ്വട ചട്നിയാണ്. ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് ആദ്യത്തെ വിഭവം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ നമ്മൾ തൈര് വടകൾ ഉണ്ടാക്കിയത് നിങ്ങൾ മുമ്പിലാണ്. തൈര് വട, ദഹി വട എന്ന് പറയുന്നത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ നമ്മൾ തേങ്ങ ആയിരിക്കും. നോർത്ത് ഇന്ത്യക്കാർ തേങ്ങ അരക്കില്ല, തൈര് മാത്രമേ ചേർക്കുള്ളൂ. പക്ഷേ തേങ്ങ അരച്ച് കഴിച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ ഇത് കുറച്ച് സമയം ഇത് പുറത്ത് വെക്കുക. പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചാൽ മതി. നല്ല കുതിർന്നിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തൈര് വട എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് തൈര് വട കിട്ടുക. പിന്നെ ഇത് അധികം പുളി ഉണ്ടാവില്ല, അവിടെയൊക്കെ നല്ല പുളിയാവും. അപ്പോൾ ഇന്നത്തെ 2 വിഭവങ്ങൾ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇതിൽ എൻ്റെ കൂടെ എൻ്റെ വൈഫ് മേരി ജോർജ് കൂടെ പങ്കെടുത്തു. അപ്പോൾ നിങ്ങൾ കണ്ടു. വട ഉണ്ടാക്കുന്നതിന് പ്രൊഫഷണൽ ഹാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുമാതിരിയുള്ള ഷേപ്പിൽ വരുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ ഷേപ്പ് വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തൈര് വടയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അത് ഉണ്ടാക്കി നോക്കുക. അത് കഴിഞ്ഞ് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് അറിയാമല്ലോ. കൂടാതെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അപ്പോൾ ഇതിൻ്റെ ചേരുവകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് പോയി കാണുന്നത് ഞാൻ പറഞ്ഞു തന്ന് ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഇത് തീരുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരോടും ഞങ്ങൾ വിട പറയുന്നു. നമസ്കാരം. 2 പേരും സാധിക്കുന്നത് നമസ്കാരമുണ്ട്. ജയ് ഹിന്ദ്.